ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ. നമുക്ക് ആ സമയത്ത് മറ്റൊരു ട്രെയിലർ കിട്ടിയത് കൊണ്ട് ഒരു ഗ്യാപ്പ് ഇങ്ങനെ പോയി കിട്ടിട്ടോ. അതെ, മദ്രാസി സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ 7 മണിക്കായിരുന്നു. അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ആലോചിച്ചോണ്ടിരിക്കുന്നു, ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും ഗ്യാപ്പ് കിട്ടി. അതിപ്പോ എന്താണെന്നറിയോ, അതിന്റെ കൂടെ അതും കൂടി കാണാൻ വേണ്ടിട്ട് എടുത്തിട്ടതാണ്. അതങ്ങനെ പറയാൻ പറ്റില്ല. അത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അല്ല, അതാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് പിന്നെ എന്തായാലും പറഞ്ഞു കൊടുക്കണല്ലോ. ഇനിയിപ്പം നോട്ടിഫിക്കേഷൻ ചെല്ലാത്ത ആൾക്കാർ വല്ലതും ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഭയങ്കര ഇഷ്യൂ ആണ്, പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. അതെ. അപ്പൊ എന്തായാലും ലോക ചാപ്റ്റർ 1 ചന്ദ്ര സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ കാണാം. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് നമ്മുടെ നസ്ലൻ, കല്യാണി പ്രദർശൻ ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. പിന്നെ അതിൽ ദുൽഖർ ഉണ്ടെന്ന് പറയപ്പെടുന്നു, പിന്നെ ടൊവിനോ ഉണ്ടെന്ന് പറയപ്പെടുന്നു, അറിയില്ല. ഒഫീഷ്യൽ ടീസറിന് കാത്തിരുന്നപ്പോൾ ഇതിൽ ഇവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കാണിച്ചിട്ടില്ലായിരുന്നു. അതും ടീച്ചർ വന്ന ദിവസം ദുൽഖറിന്റെ ബർത്ത്ഡേ ദിവസം വന്നിട്ട് ദുൽഖറിനെ കാണിച്ചിട്ടില്ല. അതെ അതെ. അപ്പൊ ദുൽഖർ ഉണ്ടാവോ? ഇല്ലേ, എനിക്കറിയില്ല. ചിലപ്പോ ഉണ്ടായേക്കാം, ചിലപ്പോ. നമ്മൾ ഉറപ്പിച്ച് പറയുന്നു അവരുണ്ട്. ദുൽഖർ ഉണ്ട്, ടൊവിനോ ഉണ്ട്. ഈ ഉറപ്പിൽ എനിക്ക് പങ്കില്ല. ഞാൻ പങ്ക് പിൻവലിച്ചു. ഇതുണ്ട്, ഇവരുടെ ക്യാരക്ടർ എന്താണെന്ന് വേണമെങ്കിൽ പറയാം. പറയണോ? വേണ്ട വേണ്ട വേണ്ട, കഥ പറഞ്ഞു കൊടുക്കല. ആംഗ്യം കാണിക്കാം. വേണ്ട, ഒന്നും പറഞ്ഞു കൊടുക്കല. അല്ലെ തന്നെ സിനിമ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് നല്ല കിടലിനൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോഴാണ് ശരി, അല്ല കളിക്കാൻ കയറും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ സൂപ്പർ ഹീറോ, അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലേഡി സൂപ്പർ ഹീറോയിൻ എന്നുള്ള കൺസെപ്റ്റോ? അത് പറഞ്ഞുണ്ടാക്കുന്നല്ലേ, നാട്ടുകാര് പറഞ്ഞുണ്ടാക്കുന്നല്ലേ. സത്യമാണെങ്കിലോ? ചിലപ്പോ പറയാൻ പറ്റുള്ളൂ, സത്യമായിരിക്കും. തീയില്ലാതെ പുകയുണ്ടാവോ? തീയില്ലാതെ പുക ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ കത്തി തീർന്നൊക്കെയാണെങ്കിൽ ചിലപ്പോ ഇന്ന് ചെറിയൊരു പുകയൊക്കെ വരും. അങ്ങനെ എന്തായാലും ഈ പുക വെറുതെയാണ്. സൂപ്പർ ഹീറോ അല്ല, സൂപ്പർ ഹീറോ കൺസെപ്റ്റ് അല്ല സാധനം. അതാണ് അതിന്റെ ഒരു സത്യമായിട്ടുള്ള കാര്യം. പിന്നെ അത് പ്രതീക്ഷിച്ചിട്ട് ആരും തിയേറ്ററിലേക്ക് പോവാൻ നിൽക്കണ്ട എന്നാണ് നമ്മൾ അറിഞ്ഞൊരു വശം വെച്ചിട്ട് പറയുന്നത്. ഞാൻ കുറേ കാലം മുമ്പുള്ള ഒരു കാര്യം പറയട്ടെ. ഇതിന്റെ ചർച്ച നടക്കുന്ന ഒരു സമയത്ത് ചർച്ച ചെയ്ത ആൾക്കാർ പറയട്ടെ, അറിഞ്ഞൂടാ. ചർച്ചയിൽ പങ്കെടുത്ത ആൾക്കാർ പറയും. ചർച്ചയിൽ പങ്കെടുത്ത ആള് എന്നുള്ള രീതിയിൽ ഞാൻ പറയണം. എനിക്ക് അറിഞ്ഞൂടാ, സത്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഈ സിനിമയുടെ പേര് ആദ്യം, അതായത് അതിലെ ക്യാരക്ടർ നെയിം വേണമെങ്കിൽ പറയാം. നീലി എന്നായിരുന്നു. ഓക്കെ, ചന്ദ്ര എന്നുള്ള ക്യാരക്ടർ നീലി എന്ന ക്യാരക്ടറാണ്. അപ്പോൾ എന്ത് കൺസെപ്റ്റ് ആയിരിക്കാം ഇത്? അതിന് തെറ്റാണോ? ചർച്ചയിൽ ഞാൻ ആ സമയത്ത് ഉറങ്ങി വല്ലതും കണ്ടതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീ മിക്കവാറും ആ ചർച്ചയുടെ മുഴുവൻ ഭാഗത്ത് നീ പങ്കെടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും ഇതിന് സംഭവിച്ചിട്ടുണ്ടാവുക. എന്താണെങ്കിലും നീലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നെയിം ഒക്കെ വെച്ചിട്ട് അപ്പൊ ചന്ദ്ര ആരാ? അപ്പൊ ചന്ദ്ര ആരാ? ചന്ദ്ര നീലി, പേര് മാറ്റിന്ന് മാത്രം ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്താണെങ്കിലും വരട്ടെ, എനിക്ക് അറിഞ്ഞൂടാ. ആ ചർച്ചയിൽ ഞാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി സിനിമ വന്നിട്ട് അങ്ങനെയാണെങ്കിൽ ആ ചർച്ചയിൽ നീ ഉറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പൊ എന്താണെങ്കിലും ട്രെയിലർ നമുക്കൊന്ന് കാണാം. ദുൽഖറിന്റെ ബർത്ത്ഡേന്റെ ദിവസം ദുൽഖറിനെ കാണിച്ചിട്ടില്ല, പിന്നെയാണ് ഇന്ന് വന്നിട്ട് ട്രെയിലറിൽ കാണിക്കുന്നത്. അത് കോമൺ സെൻസ് വേണ്ടേ? ചോദിക്കുന്നതിന് ഒരു കോമൺ സെൻസ് കേട്ടോ. അത് ഉണ്ടാ, നീ പറഞ്ഞ ഉണ്ടാണെന്ന്. അത് വിട്ടേക്ക്. അല്ല, എന്താ പറയാ, ഇവന്റില് ദുൽഖർ എത്തിയിട്ടില്ല, എത്തിയിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താ? ഒന്നെങ്കിൽ സിനിമയിൽ അവരില്ല, അല്ലെങ്കിൽ അവരെ ഇപ്പൊ കാണിക്കാൻ ഇവർ ഉദ്ദേശിച്ചു. അത് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇവരിതിൽ കാണിക്കൂല. ഇതിൽ കാണിക്കാൻ ചാൻസ് വളരെ എന്തായാലും ഉണ്ട് കേട്ടോ, വെറുതെ പറയുന്ന. സിനിമയിലുണ്ട് കേട്ടോ, ചുമ്മാ തമാശ പറഞ്ഞാണ്. ടൊവിനോ ഉണ്ട്, ദുൽഖറും ഉണ്ട്, രണ്ടുപേരും ഉണ്ട്. പക്ഷെ ട്രെയിലറിൽ കാണിക്കൂല്ലോ എന്നുള്ളത് അറിഞ്ഞൂടാ. സാധ്യത വളരെ കുറവാണ്. നോക്കാം, ഇവന്റിൽ പങ്കെടുക്കും. അവിടെ വരേണ്ടതാണ്, അവിടെ എമ്മാരി പരിപാടി നടക്കേണ്ടതാണ്. ഓക്കെ, റെഡി, കാണാം. ഓക്കെ, കാണാം. എന്നെ എന്തെങ്കിലും ഇങ്ങോട്ട് വിളിപ്പിച്ചേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ കണ്ടേ. ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യും.
പ്രശ്നങ്ങളൊന്നും പോയി ചാടരുത്. ഒരു ഫ്ലിങ്സിൻ പിടി എന്നെ കണ്ടറിയാലോ നിനക്ക് എൻ്റെ ആവശ്യമുണ്ടെന്ന്. எங்க அப்பா சொல்லுவாரு, உலகத்துல 2 விதமான பொம்பளைங்க இருப்பாங்க. ஒன்று நல்லவங்க, எங்க அம்மா மாதிரி. இன்னொன்று ഡകാറുണ്ട്. നമ്മൾ കാണുന്ന പോലെ അല്ല ആൾക്കാർ. ഇവളാരാ എന്താ എന്നൊന്നും നമുക്ക് ശരിക്കും അറിയ പോലുമില്ല. സാധാരണ കൂടി men deal with men. No woman needed. Understand? പറക്കൂടാ. മിത്ത്, ഐതിഹ്യം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ശരിക്കുള്ളതാണെന്നറിയോ? എന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മൂപ്പര് പറയും. ആ മൂപ്പര് അത് ടോവിനോ ടോവിനോണ്. അത് ഉറപ്പിച്ച് കൺഫേം. എങ്ങനെ കൺഫേം ചെയ്തു? കൺഫേം ആണ്. അത് ടോവിനോ തന്നെയാണ്. അതെ. അപ്പൊ ടോവിനോ വിളിപ്പിച്ചതാണ് ചന്ദ്രയെ. അങ്ങനെയാണല്ലേ? ആ, എന്തായാലും ഗംഭീര ട്രailer-ആണ്. സൂപ്പർ സൂപ്പർ. മലയാളത്തിലെ ഒരു സിനിമയുടെ ട്രailer കാണുന്ന പോലെ അല്ല ഇത്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ട്രെയിലർ ഇല്ല, ഉണ്ടാവൂല. പിന്നെ ടീസർ വന്നപ്പോൾ നമ്മൾ ഞെട്ടിയതാണ്. അതൊരു മലയാള സിനിമയുടെ ടീസർ എന്നുള്ള രീതിയിലല്ല നമ്മൾ അതിനെ വിലയിരുത്തിയത്. അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ട്രailer. അതെ, സത്യമായിട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു അതിന്റെ തൊട്ട് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടാവുന്നത് കത്തനാറുടെ ആ ഗ്ലിംസ് വന്നപ്പോഴായിരുന്നു. അതെ അതെ അതെ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ടീസർ വരുന്നത് ശരിക്കും ഇതാണ് ലോകേന്റെ ആണ്. ഗംഭീരം, സൂപ്പർ ട്രെയിലർ കേട്ടോ. ആ ലോകം മൊത്തം കത്തി നശിക്കുന്നുണ്ട്. ഒരു ലോകം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ലോകം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ലോക എന്നുള്ള ടൈറ്റിൽ എഴുതുന്ന സമയത്തൊക്കെ ഒരു വേറൊരു ലോകത്ത് പോയി നിൽക്കണ പോലെ ഫുള്ള് തീയും. എനിക്ക് കൽക്കിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സാധനം. ഈ ഒരു വൈബിലുള്ള സാധനം, അതിന്റെ ഒക്കെ ഒരു ഐറ്റം സാധനം കേട്ടോ. എന്തായാലും വമ്പ ടീമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അത് നമ്മൾ ടീസറിൽ എന്തായാലും പറഞ്ഞതാണ്, ഓരോരുത്തരുടെ എടുത്ത് പറഞ്ഞതാണ്. അത് ആ വഴിക്ക് ഇനി സഞ്ചരിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. കാരണം എല്ലാവർക്കും അറിയാം ഇപ്പൊ. അതെ അതെ അതെ, കാരണം ടീമാണ്, വലിയ ടീമാണ് അവർ. എന്തായാലും വേഫറിന്റെ നിർമ്മാണത്തിൽ വരുന്ന അവരുടെ സിനിമാറ്റിക് യൂണിവേഴ്സാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതൊരു സൂപ്പർ ഹീറോയിൻ കൺസെപ്റ്റ് അല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അത് അങ്ങനെ ഒരു പ്രതീക്ഷയിൽ ആരും സിനിമയ്ക്ക് പോകണ്ട. ആ ഒരു സാധനം അല്ല, അല്ലാതെ മറ്റു കുറെ സംഭവങ്ങൾ വരും. എന്താണെങ്കിലും 28-ാം തീയതി സിനിമ എത്തും. 9:30-ക്കാണ് ഫസ്റ്റ് ഷോ നടക്കാൻ പോണത്. കാത്തിരിക്കാം. ഓണം തൂക്കുവോ? റിലീസായിട്ട് നമുക്ക് തീരുമാനിക്കാം. കാരണം ഒപ്പം നിൽക്കുന്ന സിനിമകളും കൂടി ചിന്തിക്കണം. ഒപ്പത്തിന് ഒന്ന് ലാലേട്ടൻ മൂവിയാണ്, മറ്റൊന്ന് ഫഹദ് മൂവിയാണ്, മറ്റൊന്ന് ഒരു കല്യാണി പടം തന്നെയാണ്. അതെ അതെ, രണ്ടും എന്തും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലേ. അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. എന്തായാലും ഈ ഒരു ക്യാരക്ടറിന് ആപ്റ്റാണ് കല്യാണി. സത്യം, അതിന്റെ കാസ്റ്റിംഗ് വളരെ, കല്യാണി സൂപ്പർ ആണെങ്കിൽ തന്നെ സിനിമ സൂപ്പർ ആയിരിക്കും. ഈ ഒരു സിനിമേന്റെ അറിഞ്ഞ ഒരു ഇതൊക്കെ വെച്ചിട്ട് കല്യാണി പൊളിച്ചോ, സിനിമ പൊളിച്ചു. അതായത് നല്ല ആക്ഷൻ രംഗങ്ങൾ വളരെ വെടിപ്പായിട്ട് ആള് ചെയ്യും, പക്ഷെ ആക്ഷൻ രംഗങ്ങൾ കൊടുക്കണം. അതെ, അത് നല്ല ഡയറക്ടേഴ്സിന് കിട്ടണം. കാരണം ഇതൊരു ഹൈപ്പാണ് ശരിക്കും. അതായത് ഇതിൽ കല്യാണിയുടെ നല്ല ഫൈറ്റ് രംഗങ്ങളും വളരെ മികച്ച സീനുകളും ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പ്രതീക്ഷിക്കുന്ന ലെവലിൽ ഉള്ള അത്ര എത്തണ്ട, എന്നാലും അതിന് പകുതിയെങ്കിലും ട്രെയിലറിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ട്രെയിലറൊക്കെ അത്യാവശ്യം നമുക്ക് ട്രെയിലറിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. കോസ്റ്റ്യൂം തന്നെ പൊളിച്ചിട്ടുണ്ട്, ലുക്ക് തന്നെ ഭീകരമാണ്. അതെ, എന്താണെങ്കിലും കാത്തിരിക്കാം. എന്തായാലും ഡൊമിനിക് അരുൺ ഒരു വമ്പൻ സംഭവമായിട്ടുള്ളൊരു ഡയറക്ടർ ആവാനുള്ള എല്ലാ സാധ്യതയും ഈ ടീസറിലും ട്രെയിലറിൽ നിന്നും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചാപ്റ്റർ 2-നുള്ള സാധനം വെച്ചിട്ട് വേണം സിനിമ അവസാനിപ്പിക്കാനായിട്ട്. ഷുവറായിട്ടും അതാണ് വേണ്ടത്. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. എവിടെയെങ്കിലും നിൽക്കുന്ന കണ്ടോ? അല്ലല്ലോ, ഇല്ല, കണ്ടിട്ടില്ല. കാണാം, സിനിമയെ കാണാം. വേറെ ആരെങ്കിലും കണ്ടോ? ടോവിനോനെ കണ്ടു.
ടൊവിനോ കണ്ടോ? ആ കൈ വെച്ചിട്ടില്ലേ ടൊവിനോ തന്നെ. ഞാനിവിടെ കൈ വെച്ചോണ്ടിരിക്കാൻ കുറച്ച് നേരമായി. ഒരു ബൈ പറഞ്ഞിട്ട് പോടേ. ഉണ്ടെങ്കിലും കണ്ടോ? നീയല്ല ഉണ്ട കാണുന്ന ഉണ്ട കണ്ടോ? ഇല്ല. ഇല്ലല്ലോ, അതന്നെ പറഞ്ഞുള്ളൂ. അപ്പം ബൈ. ഓക്കെ ബൈ.